വിവാദ വ്യവസായി നിസാം കാറിടിച്ച് കൊലപ്പെടുത്തിയ ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താത്തതിന് സിഐക്കെതിരെ കേസ്. പേരാമംഗലം സിഐ ബിജുകുമാറിനെതിരെ ആണ് ലോകായുക്ത കേസെടുത്തത്. മരണമൊഴി രേഖപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ചന്ദ്രബോസ് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിനിടെ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വിവാദ വ്യവസായി നിസാം കാറിടിച്ച് കൊലപ്പെടുത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താത്തത് വിവാദമാകുന്നു. ഇത് കേസ് അട്ടിമറിക്കാനാണെന്നാണ് ആരോപണം. ഇതിനിടെ മരണമൊഴി രേഖപ്പെടുത്താത്ത സിഐ ബിജുകുമാറിനെതിരെ ലോകായുക്ത സ്വമേധയാ കേസെടുത്തു. അതേസമയം മരണമൊഴി രേഖപ്പെടുത്താത്ത പോലീസ് നടപടിയെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ന്യായീകരിച്ചു. പക്ഷേ ഹൈ സെഡേഷൻ അല്ലായിരുന്നു ഈ പേഷ്യൻ്റ്. അദ്ദേഹം സ്വമേധയാ ഏതെങ്കിലും തരത്തിലുള്ള മൊഴി കൊടുക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല. ഡോക്ടർമാരുടെയും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരുടെയും നിരന്തരമായി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടത് പേഷ്യൻറ്റിൻ്റെ ഈ അൺസ്റ്റേബിൾ പൊസിഷൻ കൊണ്ടായിരുന്നു. കാരണം കൂടുതൽ സെഡേഷൻ കൊടുത്തതുകൊണ്ടായിരുന്നു ഈ ഒരു അൺസ്റ്റേബിൾ കണ്ടീഷൻ ഉണ്ടായത്. അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നതർ ഇടപെടുന്നുവെന്ന വാർത്തകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കേസ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറലിന്റെ ഭാര്യയും മകനും നിസാമിന് വേണ്ടി ഹൈക്കോടതിയിലേക്ക് ഹാജരായതിനെക്കുറിച്ചുള്ള ചോദ്യത്തോടും ആഭ്യന്തരമന്ത്രി വ്യക്തമായി പ്രതികരിച്ചില്ല. ഇയാളുടെ പേരിലോ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് പറ. ഏതായാലും നമ്മുടെ കാലത്തോട് ഞാൻ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം എടുത്ത് ഒരു കേസും ഇയാളെ വെറുതെ വിട്ടിട്ടില്ല. ഞാനതെല്ലാം പരിശോധിച്ചിട്ടാണ് ഈ പറയുന്നത്. ചന്ദ്രബോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിസാമിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കി ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകാൻ കഴിയുമോ എന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദ വ്യവസായി നിസാമുമായി ഒരു കോൺഗ്രസ് നേതാവിനും ബന്ധമില്ലെന്ന് KPCC വക്താവ് MM ഹസൻ പറഞ്ഞു. അന്വേഷണത്തിൽ ഒരു ഇടപെടലും നടത്തില്ലെന്നും MM ഹസൻ ഉറപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മരണമൊഴിയെടുക്കാത്ത പോലീസ് ആരുടെ കയ്യിലെ കളിപ്പാവ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ PC ജോർജ്, മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ മായിൻ ഹാജി, മാധ്യമപ്രവർത്തകൻ J അജിത് കുമാർ, ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കംചേരി, ക്രൈംബ്രാഞ്ച് മുൻ SP ശ്രീ ജോർജ് ജോസഫ്, കൊല ചെയ്യപ്പെട്ട ചന്ദ്രബോസിൻ്റെ ബന്ധു ധനമോൻ എന്നിവരാണ്. ആദ്യം ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ PC ജോർജ് നമ്മുടെ കൂടെയുണ്ട്. മരണമൊഴി എടുക്കാത്ത പോലീസ് എന്ത് പോലീസാണ് ശ്രീ ചീഫ് വിപ്പ്? ഞാൻ ആദ്യം എന്റെ ദുഃഖം രേഖപ്പെടുത്തട്ടെ. ഇത്രയും ഭീകരമായ ഒരു കൊലപാതകം ഈ സംസ്ഥാനത്ത് നടന്നിട്ട് എനിക്ക് അപ്പടി സംശയം ഒളിച്ചു വെക്കാതെ പറയുക. മരണമൊഴി എടുത്തില്ല 4 ദിവസം. ആ ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഈ രോഗി അത് അസുഖം ബാധിച്ച് മരിക്കാറായി കിടക്കുന്ന സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പോലീസ് മൊഴിയെടുക്കണ്ടേ? എനിക്കിപ്പോ അതൊന്നുമല്ല സംശയം. ഈ കൊന്നവനെയൊക്കെ മേലും വരഞ്ഞിട്ട് അഭിപ്രായത്തിലുണ്ടോ? നല്ല മുളക് വെച്ച് തൂക്കണത്തിനൊക്കെ പണത്തിന്റെ പൊളപ്പല്ല ഈ തെണ്ടിയൊക്കെ. എന്തും ചെയ്യാന്നുള്ള റവഡിസമല്ലേ? 5 ലക്ഷം രൂപ ചെരുപ്പിട്ടുള്ള വൃത്തികെട്ടവൻ. ഇവനെയൊക്കെ തല്ലിക്കൊള്ളാൻ ഈ രാജ്യത്തൊരു നിയമം. ഇവനെ പോലുള്ള തെണ്ടികൾ ഉള്ളതുകൊണ്ടാണ് ഈ മാവോയിസമൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഒരു സംശയമില്ല, ഞാൻ പറഞ്ഞേക്കാം. വൃത്തികെട്ടവൻ. അതിന്റെ സംഘടന ഇവനൊക്കെ രക്ഷിക്കാൻ നടക്കുന്നവനാരാ? അവന്റെ വീട്ടിലൊക്കെ മക്കളുണ്ടല്ലോ. ശ്രീ PC ജോർജ്, താങ്കൾ പറഞ്ഞത്, താങ്കൾ വികാരാധീനനായി പറയുന്ന കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കൊലപാതകികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് സംസ്ഥാന പോലീസ് തന്നെയാണ് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പോലീസുകാരുടെ മക്കളുണ്ട്. അവരുടെയൊക്കെ കൈയും കാലും ഒന്നും ഇല്ലാതെ പൊക്കോളം. നിങ്ങൾ മേടിക്കണ്ട. പടച്ചോ മുകളിലുണ്ട് ദൈവം തമ്പുരാൻ. ഒന്ന് ആലോചിക്കണം. എനിക്കായിട്ട് മനസ്സിലാത്തത് എനിക്ക് വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജാമ്യത്തിൽ കിടക്കുന്ന ഈ കള്ളൻ, ഈ കശ്മലൻ ജാമ്യത്തിൽ കിടക്കുമ്പോ ജഡ്ജിയുടെ മുമ്പിലേക്ക് വാദിയും പ്രതിയും വക്കീൽ ഒന്നാണെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? കാശും മേടിച്ചോണ്ട് വക്കീലന്മാർ പോലീസിന് വേണ്ടി ആരാണ് വക്കീല് തർക്കം ഒബ്ജക്ഷൻ പറഞ്ഞില്ലെങ്കിൽ ഇവൻ ജാമ്യം എടുത്തോണ്ട് റോഡിലോട്ട് ഇറങ്ങുമല്ലോ. ഈ രാജ്യം എവിടെ പോവും? നമ്മുടെ ജഡ്ജിമാരല്ലേ വാദിയും പ്രതിയും തർക്കമില്ലെന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്നാലും ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്, ഇവിടുത്തെ ജുഡീഷ്യൽ ജഡ്ജിമാർ വസ്തുതാപരമായ കാര്യം വിശകലനം ചെയ്ത് അല്ല, അതൊക്കെ വരാൻ പോകുന്ന കാര്യമാണ് ശ്രീ PC ജോർജ്, അതൊക്കെ വരാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മരണമൊഴി രേഖപ്പെടുത്താതിരിക്കുന്നു. അത് സംസ്ഥാന പോലീസാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ വകുപ്പാണ്. ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് ചന്ദ്രബോസിൻ്റെ
മരണമൊഴി എടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ആയിരുന്നില്ല അദ്ദേഹം എന്നാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറയുന്നത് അങ്ങനെയല്ല. അല്ല, അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണോ? സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ മരണമൊഴി എടുക്കേണ്ടതായിരുന്നു എന്നതിൽ ഒരു സംശയമില്ല. പോലീസ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കൊടുത്തിട്ട് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചായിരിക്കും അദ്ദേഹം പറയുന്നത്. ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പോലീസ് റിപ്പോർട്ട് വിശ്വസിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവാം. പക്ഷേ നിയമസഭയിൽ അദ്ദേഹം മറുപടി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി പറയുമ്പോ പോലീസ് റിപ്പോർട്ട് നോക്കി അതനുസരിച്ച് മറുപടി പറയുന്നില്ല. ശ്രീ പി സി ജോർജ്, ചന്ദ്രബോസ് ഈ സംഭവം നടന്നിട്ട് ആദ്യത്തെ 4 ദിവസം ചന്ദ്രബോസിന് ബോധമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറഞ്ഞത്. ആ സമയത്ത് മരണമൊഴി രേഖപ്പെടുത്താമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തെളിവ് തന്നെയാണ് ആ മരണമൊഴി. അങ്ങനെ ആ മരണമൊഴി രേഖപ്പെടുത്താത്ത പോലീസ് കുറ്റവാളിയെ സഹായിക്കാനല്ലേ ശ്രമിച്ചത്? ശ്രീ പി സി ജോർജ്, ശ്രീ പി സി ജോർജുമായിട്ടുള്ള ടെലിഫോൺ ബന്ധം തകരാർ ആയിരിക്കുന്നു. നമുക്ക് വീണ്ടും അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട്. ഇപ്പോൾ ക്രിമിനോളജിസ്റ്റ് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, യഥാർത്ഥത്തിൽ ഈ മരണമൊഴി ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള മരണമൊഴി സംസ്ഥാന പോലീസ് രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഈ കേസിൻ്റെ ഗതി എങ്ങോട്ട് പോകും? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മരണമൊഴി ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അത് എടുത്തില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മാപ്പർഹിക്കാത്ത ഒരു കുറ്റമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകായുക്തയൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാനായിട്ടുള്ള എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കേസിൽ എനിക്ക് തോന്നുന്നത് പോലീസിന് ശരിയായ വിധത്തിൽ അന്വേഷിച്ചാൽ ഈ കേസ് തെളിയിക്കാനായിട്ട് കഴിയുന്ന വിധത്തിലുള്ളതായി തെളിവുകൾ ശേഖരിക്കാൻ പറ്റും. ഇപ്പം ഏതായാലും മരണമൊഴി എടുത്തില്ല, നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ചീഫ് വിപ്പ് ശ്രീ പി സി ജോർജ് നമ്മോടൊപ്പം വീണ്ടും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി സി ജോർജ്, 16 കേസുകളിലെ പ്രതി, അതിൽ 9 കേസിലും അദ്ദേഹത്തിനെതിരെ നടപടിയില്ലാതെ പോയി. ഉന്നതമായ പോലീസ് ബന്ധം, അതിനേക്കാൾ ഉന്നതമായ രാഷ്ട്രീയ ബന്ധം, അങ്ങനെയുള്ള ഒരാളാണ് പ്രതി. ഡോക്ടർ സന്തോഷ് കുമാർ, ഞാൻ വേദനയോടൊരു കാര്യം പറയാം. ഇവൻ ഈ സ്വത്ത് എങ്ങനെ ഉണ്ടായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അന്വേഷിക്കണം. അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഇവൻ എവിടുന്ന് സ്വത്തുണ്ടായി, ഇവൻ എങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ സമ്പത്ത്? ഇതുപോലെ പിടിച്ചു പറിച്ചും കഞ്ചാവ് കച്ചവടവും അതുപോലുള്ള മാഫിയ സംഘത്തിലൂടെ ഉള്ളവനല്ലേ ഇവൻ. ഇത് അന്വേഷിക്കണം. ഇവന് 16ഓളം കേസുകൾ, ഇന്ന് പത്രം വായിച്ചു ഞാൻ അന്തിച്ചു പോയി. അതിൽ 9 കേസുകൾ പോലീസിന്റെ വലിയ ഉദ്യോഗസ്ഥന്മാർ, സീനിയർ ഓഫീസർമാർ തന്നെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുക. 3 ഹൈക്കോടതിയുടെ സ്റ്റേ കിടക്കുക. എന്തൊരു കാലമായി ഇത്! അതായത് ഇവന് വേണ്ടി വക്കീല്, പോലീസിന് വേണ്ടി വരുന്ന വക്കീല്, ഇതെല്ലാം ഒരാള്. ഞാനിപ്പോ അറിഞ്ഞത് ശരിയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രമുഖനായ ഒരു വക്കീലിന്റെ മകനാണ് ഇവന് വേണ്ടി ഹാജരാകുന്നത്. അപ്പൊ ഗവൺമെന്റ് വക്കീൽ എന്തോ പറയാനാ? അപ്പൊ ജഡ്ജിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ആരാണെന്ന് താങ്കൾക്ക് അറിയാമെങ്കിൽ ആരാണെന്ന് പറഞ്ഞുകൂടെ സാർ? പണ്ടെന്ന് ഞാൻ പറയുമ്പോ എല്ലാവർക്കും പറയുന്നവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അപകടമുണ്ട്. ഇവനൊക്കെ മനസ്സിലാക്കുന്ന അറിഞ്ഞോളും. പിന്മാറട്ടെ, അതിനുവേണ്ടി ഇതൊക്കെ പറയുന്നത് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവനെയൊക്കെ പിടിച്ച് കൽത്തുറങ്ങിലിടണം. അവന് ജാമ്യം കൊടുക്കാൻ പാടില്ല. ആരാണ് ഇത്തരക്കാരെ സംരക്ഷിക്കുന്നത് എന്ന് വ്യക്തമല്ലേ? കോൺഗ്രസിലെ ഒരു MLA-യുടെയും ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെയും പേരുകൾ ചില മാധ്യമങ്ങൾ ഇതിനകം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. മുഹമ്മദ് നിസാമിനെ സംരക്ഷിക്കുന്നവരുടെ പേരുകൾ. ഡോക്ടർ സന്തോഷ് കുമാറേ, ഭരണകക്ഷി MLA-യുടെ മാത്രമേ പ്രതിപക്ഷ MLA കൊണ്ട് കൂട്ടത്തില് അറിവില് ഭരണവും പ്രതിപക്ഷവും ഉണ്ട് ഈ കാശ്മീരിനെ രക്ഷിക്കാൻ. ഞാനത് പറയുന്നില്ല, ഞങ്ങളൊക്കെ കൊളീഗ്സ് ആണല്ലോ, എനിക്കറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഭരണക്കാരെ മാത്രം കുറ്റപ്പെടുത്തേണ്ട. പ്രതിപക്ഷത്തെ ഒരു MLA ഈ കാശ്മീരിന്റെ ഏറ്റവും വലിയ കമ്പനിയാണ്. അയാളും പോലീസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് വ്യക്തമായ എവിഡൻസ് എന്തെങ്കിലുണ്ട്. അല്ല, അത് ആരായാലും ഇവരുടെയൊക്കെ പേരുകൾ താങ്കൾ തുറന്നു പറയുക തന്നെ വേണം. പറയേണ്ടി വരും. അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ കൈരളിയോട് സത്യസന്ധമായി പറയുന്നു. ഭരണകക്ഷി മാത്രമേ പ്രതിപക്ഷത്തെ ഒരു ഉന്നത നേതാവുണ്ട്. ഈ 2 നേതാക്കന്മാരല്ല 3 നേതാക്കന്മാരോട് ഞാൻ പറയുന്നു, മര്യാദയ്ക്ക് പിന്മാറിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ഈ ആക്രമണം നടത്തുന്ന സമയത്ത്, ചന്ദ്രബോസിനെ കാറിടിക്കുന്ന സമയത്ത്, ചവിട്ടുന്ന സമയത്ത്, മർദ്ദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒപ്പം ഭാര്യ അമലും കൂടെ ഉണ്ടായിരുന്നു.
മുഹമ്മദ് നിസാം അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അമൽ ഒളിവിൽ പോയിരിക്കുകയാണ്. നമ്മുടെ പോലീസിന് അമലിനെ ഇതുവരെ കണ്ടെത്താൻ കൂടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ആഭ്യന്തര വകുപ്പ് പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരേണ്ടി വരുന്നു. അങ്ങനെ എത്തിച്ചേണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി എറിഞ്ഞുകൊണ്ടെങ്കിലും വൃത്തികേട് കൂട്ടി വെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്, ഒരു സംശയം വേണ്ട. ആ സ്ത്രീയും പ്രതിയാണ്, ഈ കശ്മലിന്റെ ഭാര്യ പ്രതിയാണ്. അവളെന്തോ കൂടിക്കൊണ്ടാണ്, അവൾ ആഘോഷിക്കുകയായിരുന്നു ഈ പാവപ്പെട്ട മനുഷ്യരെ ചവിട്ടി ചെറുപ്പെടുത്തുമ്പോ. അവളും രണ്ടാം പ്രതിയാണ്, 3 നോട്ടും വരും. യാതൊരു സംശയം വേണ്ട. 2 എണ്ണത്തെ കൽപ്പുറത്തിലിടുന്ന സാഹചര്യം ഉണ്ടാക്കണം. അതോടൊപ്പം ഇവന്റെ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി എന്ന് അന്വേഷിക്കണം. ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട ചന്ദ്രബോസിന്റെ ബന്ധു ശ്രീ ധനമോൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ധനമോൻ, ചന്ദ്രബോസിന്റെ മരണമൊഴി എടുക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ അവസ്ഥ, അബോധാവസ്ഥയിലായിരുന്നു അദ്ദേഹമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് യാഥാർത്ഥ്യം? അത് തെറ്റാണോ പറഞ്ഞത്? അത് അതിന്റെ നിജസ്ഥിതി കാരണമാണ് ആള് സംസാരിക്കുന്നത്. സംഭവം നടന്ന ആദ്യത്തെ 4 ദിവസം ചന്ദ്രബോസിന് ബോധമുണ്ടായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ട്. അത് ശരിയാണോ? ശരിയാണ്, തീർച്ചയായിട്ടും. ആ സമയത്ത് ചന്ദ്രബോസ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെച്ചത്? വീട്ടിലെ എല്ലാവരും നോക്കണം, എനിക്ക് എന്തോ സംഭവിക്കാന്ന് അറിയില്ല. പിന്നെ എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, മകനോട് പറഞ്ഞത് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് 5-ാം തീയതി, അത് നിങ്ങൾ ആഘോഷിക്കണം. ഹലോ, ഈ സംഭവത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത് ധനമോൻ? സംഭവത്തെ കുറിച്ച് നിസാം വണ്ടി ഇടിച്ച കേസ് പറഞ്ഞിരുന്നു. മുൻവൈരാഗ്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ആരെയാണ് നിങ്ങൾ നിസാമിനെ സംരക്ഷിക്കുന്നത്? ആരാണ് എന്നാണ് നിങ്ങളുടെ സംശയം? ഇപ്പൊ പത്രമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ MLA നിസാമിനെ കാണാൻ പോയതും പോലീസ് അധികാരികൾ ഇപ്പൊ ആളകമ്പ നയം സ്വീകരിക്കുന്നതൊക്കെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ? അതെ. എങ്കിലും ചന്ദ്രബോസ് പറഞ്ഞത് എന്താണ്? പറഞ്ഞത് എന്നെ വണ്ടിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു, എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ നിസാമിനെ സംരക്ഷിക്കുന്നത് ആരാണെന്നൊന്നും സൂചന നൽകിയില്ലേ? ഇല്ല, അത് പറഞ്ഞില്ല. ധനമോനും കുടുംബവും ഒക്കെ എന്താണ് ഇതിൽ ചിന്തിക്കുന്നത്? ആരാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്നാണ്? ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും സംരക്ഷിക്കുന്നതെന്നാണ് നമുക്കിപ്പോ തോന്നിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതിന്റെ രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂതകാലം എടുത്ത് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ സാഹചര്യം അവർ തന്നെ വെച്ചുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ നിൽപ്പുണ്ട്. ശ്രീ ധനമോൻ, ഈ ചന്ദ്രബോസിന് ബോധമുണ്ടായിരുന്ന സമയത്ത് മരണമൊഴി എടുക്കുവാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചില്ല? ഇല്ല, ശ്രമിച്ചില്ല, തീർച്ചയായിട്ടും ശ്രമിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കും? അതിപ്പോ എന്താ പറയാ അതിനെ കുറിച്ച്? അല്ല, അദ്ദേഹം അങ്ങനെ മരിച്ചു പോകുമെന്നൊരു ധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്നൊരു വാദം വന്നു. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അല്ല, ഇതിനകത്ത് നിസാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നാണ് നിങ്ങൾ കുടുംബം കരുതുന്നത്? തീർച്ചയായിട്ടും. ശ്രീ ധനമോൻ, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഇപ്പോൾ മുതിർന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു നമ്മോടൊപ്പമുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതിമൃഗീയമായ ഒരു കൊലപാതകം, ആ സംഭവം നടന്നതിന് 4 ദിവസത്തോളം ചന്ദ്രബോസിന് ബോധമുണ്ടായിരുന്നു. നമ്മുടെ പോലീസാകട്ടെ ഒരു മൊഴിയെടുത്തില്ല. അത് മരണമൊഴിയായി മാറുന്ന ഒരു മൊഴിയായിരുന്നു. നമ്മൾ മനുഷ്യജീവന് ഭരണകൂടം യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സാഹചര്യം. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ക്രിമിനൽ കേസുകളിൽപ്പെട്ടാൽ ഒരുപക്ഷെ സന്തോഷ്, നാം ഇതുവരെ കേട്ടില്ലാത്ത രീതിയിൽ അധോലോക പ്രവർത്തനങ്ങളുടെ ഒരു വിവൃതമാക്കലാണ് ഈ സംഭവങ്ങളിലൂടെ അരങ്ങേറുന്നത്. 5000 കോടി രൂപ ആസ്തിയുള്ള ഒരാൾ അയാളുടെ വസതിയിൽ നിന്ന് ലോകപ്രസിദ്ധമായി സഞ്ചരിക്കുന്ന മയക്കുമരുന്നുകൾ കണ്ടെത്തിക്കൂടാത്ത സ്ത്രീകളെ കണ്ടെത്തുക, ആ തരത്തിലുള്ള ഇടപാടുകൾ അവിടെ നടക്കുക. അങ്ങനെയുള്ള ഒരാൾ ഗേറ്റ് തുറക്കാൻ താമസിച്ചു എന്ന പേരിൽ കാറിടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു സേവക തുല്യനായ ഒരാളോട്. ഇതൊന്നും സാധാരണഗതിയിൽ കേരളത്തിൻ്റെ സോഷ്യലിസ്റ്റ് സംവേദനശീലത്തിൽ പൊരുത്തപ്പെടുന്ന കാര്യമല്ല. ഇതാ ഇപ്പോൾ അവസാനം എത്തുന്നത്
ഭരണകൂടം തന്നെ ക്രിമിനൽക്കരിക്കുന്നു. ഒരു പ്രത്യേക ആളിനെ സംരക്ഷിക്കാൻ എന്ന സംശയം ജനിക്കുന്ന പോലെ ആ പ്രത്യേക മരണാസന്നമായി കിടക്കുന്ന ഒരാളുടെ മരണമൊഴി എന്ന് പറഞ്ഞാൽ ഡോക്ടർ സന്തോഷ് കുമാർ സൂചിപ്പിച്ചത് മാതിരി തന്നെ അതിന് യാതൊരു അപ്പീലുമില്ലാത്ത മജിസ്ട്രേറ്റിൻ്റെ പ്രാമാണ്യമായ ഒപ്പടയാളമുള്ള ആ മൊഴി എടുക്കാതിരിക്കുന്നത് വഴി ഈ കോമാളിയായ ഈ വ്യവസായിയാണോ ട്രേഡറാണോ നമുക്ക് ഉറപ്പില്ല, ഇനി വല്ല കച്ചവടക്കാരനാണോ, ഏതായാലും സംശയാസ്പദനായ ഒരാൾക്ക് വേണ്ടി അത്രത്തോളം ഭരണരംഗത്തിരിക്കുന്നവർ ശ്രമിക്കുന്നത് എങ്കിൽ കേട്ടതുപോലെയാണെങ്കിൽ ഇപ്പോൾ പിടിയിലാക്കപ്പെട്ട ആ വ്യവസായി ഭരണരംഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ അംഗം പോലുമാണ് എന്നാണ് സന്തോഷ് കുമാർ നമുക്കറിയാൻ കഴിയുന്നത്. എന്നു പറഞ്ഞാൽ ഭരണകക്ഷിയുമായി ബന്ധമുള്ള ഒരാൾക്ക് ആരെയും കാറിടിച്ചു കൊല്ലാം, ഏത് പട്ടാപ്പകലും ഇന്ന് തോന്നിയാസവും കാണിക്കാം, ഏത് തരം വ്യാപാരത്തിലും ഏർപ്പെടാം. പോലീസ് അടക്കമുള്ള ആൾക്കാർ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കും. 16 കേസുകളാണ് ആ മനുഷ്യനെതിരെ ഉള്ളത്. നാം ഓർക്കണം. തീർച്ചയായും ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഈ മരണമൊഴി ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കേസിൽ മറ്റ് തെളിവുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണം ദുർബലപ്പെട്ടു പോകുവാനുള്ള സാഹചര്യം ഈ മരണമൊഴി ഇല്ലാത്തത് കാരണമായി തീരുമോ? ഇല്ല, കാരണം മരണമൊഴി ഇല്ല എന്നുള്ളത് ഒരു ഡിഫക്റ്റ് ആണെങ്കിൽ പോലും എൻ്റെ ഈ കേസിനെ പറ്റി ഞാൻ മാധ്യമങ്ങളിൽ വരുന്നതൊക്കെ വെച്ച് പഠിക്കുന്നതനുസരിച്ച് ഈ കേസ് തെളിയിക്കാനായിട്ട് നമുക്ക് മരണമൊഴി ഇല്ലാതെയും പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു തെളിവായിരുന്നു ഈ മൊഴി. ഉറപ്പായ തെളിവായിരുന്നു. അത് അങ്ങനെ പറയാൻ കാരണം ഈ മുഹമ്മദ് നിസാമിനെതിരെ 16 കേസുകൾ, അതിൽ 9 കേസിലും അദ്ദേഹം തടിയൂരിപ്പോയി. ഒരു തെളിവുമില്ല. അതാണ് മാധ്യമ റിപ്പോർട്ടുകൾ. തെളിവില്ലായല്ല, അഡ്ജസ്റ്റ്മെന്റിൽ തെളിവില്ലാതെ ഇല്ല. ഇതിനകത്തുള്ളത് ഇപ്പൊ വണ്ടി ഇടിച്ച് ആ മതിലിൻ്റെ അടുത്തേക്ക് ഇടിച്ചപ്പോൾ വണ്ടിയിലൊക്കെ രക്തം അതുപോലുള്ളതായ രക്തക്കറകളൊക്കെ ഇയാളുടെ ഈ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ലാബിൽ പരിശോധിക്കുമ്പോൾ അത് ഈ പറഞ്ഞതായ നിസാമിന് അല്ല, ഈ പറഞ്ഞതായ ആളുടെ ആണെന്നും അങ്ങനെയൊക്കെ നമുക്ക് ശാസ്ത്രീയമായ തെളിവുകൾ തീർച്ചയായിട്ടും പോലീസിന് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ 9 കേസ് 4-5 സാക്ഷിമൊഴികളുണ്ട്. ഉണ്ട്. ആ കൂറുമാറിയാൽ പോലും ശാസ്ത്രീയമായി നമുക്ക് തെളിയിക്കാൻ പറ്റും. പല പ്രമുഖ കേസുകളിലും അങ്ങനെ സംഭവിച്ചത്. പ്രോസിക്യൂട്ടേഴ്സ് കോടതിയിൽ ഹാജരാകുന്നില്ല, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് ഈ തെളിവുകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ കേസിൽ മറ്റ് പല കേസുകളിലും 9 കേസിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിനകത്തും പ്രോസിക്യൂട്ടർ അനുകൂലമായി നിന്നു എന്ന് അനുകൂലമായി നിൽക്കുകയാണ്. മരണമൊഴി മാത്രമായിരുന്നു അവർക്ക് തിരുത്താൻ അസാധ്യമാകുമായിരുന്ന ഏക ഡോക്യുമെന്റ്. പി.സി. ജോർജ്, ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട ചന്ദ്രബോസിന്റെ ബന്ധു ധനമോൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ചന്ദ്രബോസിന് ബോധമുണ്ടായിരുന്നു. ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് സത്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ പി.സി. ജോർജ്, അദ്ദേഹത്തിലേക്ക് തിരികെ വരാം. ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ മായിൻ ഹാജി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ മായിൻ ഹാജി, ചന്ദ്രബോസിനെ കൊന്നതെന്ന് പറയാവുന്ന ശ്രീ മുഹമ്മദ് നിസാമിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിലെ ചില നേതാക്കന്മാരും മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാരും എന്ന് മാധ്യമ വാർത്തകളുണ്ട്. ഗുരുതരമായ ആക്ഷേപമുണ്ട്. മുസ്ലിം ലീഗിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം മുഹമ്മദുമായിട്ട് ഉള്ളതായി താങ്കൾക്കറിയാമോ? അല്ല സന്തോഷ്, മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഏത് നേതാവുമായാണ് നിസാമിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നത് എന്നുള്ള വെറുതെ വായിൽ തോന്നിയത് ആർക്കും പറയാം, ആരെ സംബന്ധിച്ചും പറയാം. എനിക്കും പറയാലോ, ഇപ്പോൾ സന്തോഷാണ് ഈ നിസാമിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് പറയാൻ സാധിക്കും. പക്ഷെ അതിന് കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മുട്ടുസൂചിയുടെ തെളിവ് ഹാജരാക്കാൻ സാധിക്കോ? ഏത് മാധ്യമമായാലും എന്ത് തന്നെയായാലും മുസ്ലിം ലീഗിന്റെ ഉന്നതന്മാരായ ചില നേതാക്കന്മാർ, എന്തിന് ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ മുഹമ്മദ് നിസാമിനെ സംരക്ഷിക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ട് വന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ മാധ്യമ സംസ്കാരം കുറച്ച് കാലമായി നടക്കുന്നത് ആരെ സംബന്ധിച്ചും
എന്ത് ശ്രീ തന്നെങ്കിലും മായിൻ ഈ ഹാജി, തൂലിക മാധ്യമ എഴുതുന്ന സംസ്കാരത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടെ ഇന്ന് താങ്കൾ ശ്രദ്ധിക്കുക, 16 കേസുകളിൽ പ്രതിയായ ഒരാൾ 9 കേസുകളിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ രക്ഷപ്പെട്ട സാഹചര്യം. അല്ല, ഞാൻ എന്റെ പാർട്ടിയെ സംബന്ധിച്ച് താങ്കൾ ആക്ഷേപിച്ചതിന് മറുപടി പറയാൻ ഞാൻ എന്റെ ആക്ഷേപമല്ല, മാധ്യമ റിപ്പോർട്ടുകൾ ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ്. മാധ്യമം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ കേരളത്തിലെ മാധ്യമ സംസ്കാരം കുറച്ച് കാലമായല്ലോ. ആരെ സംബന്ധിച്ചും എന്ത് അപവാദ പ്രചരണങ്ങളും എഴുതി പിടിപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ചില മാധ്യമ സഹോദരന്മാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ആരെ സംബന്ധിച്ചും പറയാം. മുസ്ലിം ലീഗ് പാർട്ടി ഈ നിസാമുമായോ ഈ കുടുംബവുമായോ നിസാമിന്റെ കുടുംബവുമായോ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഒരു മുസ്ലിം ലീഗുകാരൻ അയാളുടെ കുടുംബത്തിൽ ജീവിച്ചിരിപ്പുള്ള താങ്കളുടെ പാർട്ടിയുടെ നിലപാട് താങ്കൾ പറയുന്നു, അത് ശരി തന്നെ, ശരി എന്ന് വെക്കാം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ? അതായത് ചന്ദ്രബോസിന്റെ മരണമൊഴി എടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നതെന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ ബന്ധുവായ ധനമോൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് ആദ്യത്തെ 4 ദിവസം അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഉന്നത ബന്ധം, രാഷ്ട്രീയ ബന്ധം, പോലീസിന്റെ സംരക്ഷണം, ഈ കേസിൽ പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമം ഉണ്ട് എന്ന് പൊതുജനത്തിന് തോന്നിയാൽ കുറ്റം പറയാൻ കഴിയുമോ? അല്ല, ഒരാൾ അദ്ദേഹത്തിന്റെ ബന്ധുവായ സഹോദരൻ എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഈ സംഭവം, ഈ ക്രൂരമായ സംഭവം നടന്ന ആ ദിവസം മുതൽ ഈ വ്യക്തി, ഈ മർദ്ദിക്കപ്പെട്ട ആ സഹോദരൻ മരണത്തോട് മല്ലടിച്ച് അബോധാവസ്ഥയിൽ കിടക്കുകയാണ് എന്നാണല്ലോ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാ വാർത്താ മാധ്യമങ്ങളും ആ രൂപത്തിലാണ് പ്രസിദ്ധപ്പെടുത്തിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത് അങ്ങനെയല്ല. ബന്ധുക്കൾ പറയുന്നത് നമ്മളെ എങ്ങനെ അവിശ്വസിക്കണം സാർ? ഡോക്ടർമാരും പറയുന്നു. എല്ലാ 1 ദിവസമോ 2 ദിവസമോ ഒന്നുമില്ലല്ലോ ഇദ്ദേഹം അബോധാവസ്ഥയിൽ കിടന്നു എന്ന് പറഞ്ഞത്. ദിവസങ്ങളോളം കിടന്നു എന്നല്ലേ പറയുന്നത്? അത് ശരിയാണ്. 3 ആഴ്ചയോളം കൃത്യമായി പറഞ്ഞാൽ 19ാമത്തെ ദിവസമാണ് അദ്ദേഹം, മാധ്യമ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ഈ സംഭവം നടന്ന് 19ാമത്തെ ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത്. അതിൽ സംഭവം നടന്ന ആദ്യത്തെ 4 ദിവസം അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. ഒരു പോലീസ് ഓഫീസറും ചെന്ന് അദ്ദേഹത്തിന്റെ മരണമൊഴി രേഖപ്പെടുത്തിയില്ല. രേഖപ്പെടുത്താത്തതിന്റെ കാരണം ഈ ഉന്നത പോലീസ് ബന്ധവും രാഷ്ട്രീയ ബന്ധവുമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ മുസ്ലിം ലീഗിലേക്കും കോൺഗ്രസ് നേതാക്കന്മാരിലേക്കും ഒക്കെ വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ. ഈ നിസാമുമായി മുസ്ലിം ലീഗോ മുസ്ലിം ലീഗ് നേതാക്കന്മാരോ ഒരു തരത്തിലും ബന്ധപ്പെടില്ല. കാരണം ഈ നിസാം എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും അറിയുന്നതാ, സർവ്വ ദുർഗുണവുമുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങളെ പാർട്ടി അത്തരക്കാരുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ, തെളിയിക്കണം. ഒരാൾക്ക് പോലും അത്തരത്തിലുള്ള ബന്ധമില്ല. അങ്ങനെ ബന്ധമുള്ള ഒരാൾ പോലും ഈ പാർട്ടിയിലും ഇല്ല, ഉണ്ടാവാൻ ഞങ്ങൾ സമ്മതിക്കൂല. ശരി, താങ്കൾ തെളിയിക്കണമെന്നും പറയുന്നത് താങ്കളുടെ പാർട്ടിയുടെ കാഴ്ചപ്പാട് തന്നെയാണ്. അത് അങ്ങനെ തന്നെ പറയണം. പക്ഷേ അത്തരം റിപ്പോർട്ട് നൽകിയ മാധ്യമങ്ങൾക്കെതിരെ, അച്ചടി മാധ്യമങ്ങൾക്കെതിരെ താങ്കളുടെ പാർട്ടി എന്ത് നടപടി കൈക്കൊള്ളും എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ ജെ അജിത് കുമാർ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ അജിത് കുമാർ, ആഭ്യന്തര വകുപ്പ്, പോലീസ് ആരുടെ കയ്യിലെ കളിപ്പാവയാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതൊക്കെ താങ്കൾക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പോലീസും ആഭ്യന്തര മന്ത്രിയും ഒക്കെ പെരുമാറേണ്ടത് എന്നാണ് താങ്കൾ ചിന്തിക്കുന്നത്? ഡോക്ടർ സന്തോഷ്, ഇത് വളരെ പ്രകടമായ വ്യക്തമായ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ള സംരക്ഷണം കൊടുക്കണം എന്നൊക്കെ ആദ്യം ആവശ്യപ്പെട്ടതിൽ ഒരാൾ KPCCയുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്.
അപ്പോൾ ഒരുപക്ഷേ ഒരു മരണമൊഴി എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ശ്രീ അജിത് കുമാർ, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ല ചോദിച്ചത്. ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ മരണമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഗുരുതരമായ ഒരു വീഴ്ച. മരണമൊഴി രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ, ഈ പത്ര റിപ്പോർട്ടുകൾ നമ്മളൊക്കെ പറയുന്ന മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ പോലും ആ മനുഷ്യൻ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നു, അദ്ദേഹത്തിനെ വെന്റിലേറ്ററിൽ മാറ്റി, അദ്ദേഹം നോർമലാകുന്നു, ഈസ് ബാക്ക് ടു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മാറി വരുന്നു എന്നൊക്കെയുള്ള നല്ല വാർത്തകൾ നമ്മൾ ഇതിനിടയ്ക്ക് കേട്ടതാണ്. ഇതിനിടയ്ക്ക് ഈ 4 സർജറി പോലും അദ്ദേഹം 4 ശസ്ത്രക്രിയക്കും അദ്ദേഹം വിധേയനായി. അടുത്ത ശസ്ത്രക്രിയക്ക് ഡേറ്റ് വരും തീരുമാനിച്ചതിന് ശേഷമാണ് അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ അന്ത്യം ഉണ്ടാകുന്നത്. അതിനിടയ്ക്ക് തന്നെ അദ്ദേഹം അപ്പോൾ ഈ ആന്തര അവയവങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒരുപക്ഷെ ഞാനത് പറയാൻ മരണമൊഴി രേഖപ്പെടുത്താത്ത ആരുടെ സ്വാധീനം കൊണ്ട്, എന്ത് ഇടപെടൽ കൊണ്ട് നമ്മുടെ പോലീസിന് ഇതൊക്കെ ആദ്യത്തെ ബാലപാഠങ്ങളാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ മരണമൊഴി രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം ഒരിക്കലും അങ്ങനെ ഒരു ഡിറ്റീറിയേഷനിലേക്ക് വന്നില്ല എന്നാണ്. മരണമൊഴി എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാവുന്ന ഒരു പദമാണ്. പക്ഷേ ഈ സംഭവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അനുഭവം പോലീസ് രേഖപ്പെടുത്തണമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ. ഒരു ബേൺ ഇഞ്ചുറി, ഒരു തീ പിടിച്ച് താങ്കൾ പറയുന്നത് എനിക്ക് അജിത് കുമാർ പറയുന്നതിന്റെ സാരാംശം താങ്കൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എന്താണ് അതിന്റെ മറുപടി? മറുപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതിൽ വളരെ കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അയാൾ റിക്കവർ ചെയ്യുന്നതായിട്ടൊക്കെ തോന്നുന്ന അവസരത്തിൽ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ റിക്കവർ ചെയ്യും, ശസ്ത്രക്രിയയുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടായ അവസരത്തിൽ അങ്ങനെ വന്നിട്ട് റിക്കവർ ചെയ്ത് പോകണമെങ്കിൽ മരണമൊഴിക്ക് പ്രസക്തിയില്ല. ഇപ്പോൾ മരിച്ചു പോയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസ് തെളിയിക്കുന്നതിന് മരണമൊഴി അല്ലാതെ തന്നെ നമുക്ക് വേറെ തെളിവുകൾ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് പറ്റിയ പരിക്കിനെ കുറിച്ചുള്ള വിവരണങ്ങൾ, മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ആ മരണം, ആ മൊഴി അദ്ദേഹത്തിന് ബോധമുള്ള ആദ്യ നിമിഷം തന്നെ രേഖപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിജീവനം അസാധ്യമാകുന്ന രീതിയിൽ അദ്ദേഹം പീഡിതനും മുറിവേറ്റവനുമായിരുന്നു ഇപ്പോഴത്തെ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. ശ്രീ വടക്കഞ്ചേരി അത് ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കേസിൽ പ്രതിയായി നിൽക്കുന്നയാൾ, അദ്ദേഹത്തിനൊരു ചരിത്രമുണ്ട്. പ്രതിസ്ഥാനത്ത് നിന്ന് 16 കേസിൽ നിൽക്കുന്ന ഒരു ചരിത്രമുണ്ട്. 9 കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രമുണ്ട്. ഇതുകൊണ്ട് ചില്ലറക്കാരനല്ല ഇപ്പുറത്ത് നിൽക്കുന്നയാൾ. ഇനി ഇപ്പോൾ നിൽക്കുന്ന ഈ മരിച്ചുപോയ ആളുടെ മരണമൊഴി ലഭിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായി ശിക്ഷിക്കപ്പെടാവുന്ന ഒരു ഡോക്യുമെൻ്റായി അത് മാറുമായിരുന്നു. ഇൻ കേസ് അത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ഡോക്ടർ സന്തോഷ് കുമാർ നാം മനസ്സിലാക്കേണ്ടത്, കാർ ഓടിച്ചു വന്നത് ഇയാളാണെന്ന് അല്ലെന്ന് വേണമെങ്കിൽ വാദിക്കാം കോടതിയിൽ. ബാക്കി 4 ദൃക്സാക്ഷികളുണ്ട്. 4 പേരെയും കൂറുമാറ്റിയാൽ കാർ ഓടിച്ചത് ഇയാളല്ല, അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല, കാർ ഇടിച്ചിട്ടില്ല, അതുവഴി കൊക്കൈൻ്റെ ഇടപാടുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ല എന്നുവരെ വിദൂര സാധ്യതയിൽ സ്ഥാപിക്കാനുള്ള കുൽസിതമായ പൂർവ്വനിർണീതമായ ഗൂഢശ്രമം തന്നെയാണിത്. അതിന് മറുപടി പറയേണ്ടി വരും. ഏതായാലും കേസെടുക്കുന്നല്ല, അതല്ല ഒരു ഡോക്ടറെ ട്രീറ്റ് പക്ഷേ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞതുപോലെ ഈ ഇതിനകത്ത് പ്രതിയായിരിക്കുന്ന ആൾ, അയാളെ അന്നേ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനെ നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രതിയായിരിക്കുന്ന ആൾ, അയാളുടെ സ്വാധീനം മാത്രവുമല്ല, പ്രതിയായിരിക്കുന്ന ആൾ 1 മണിക്കൂറോളം ഉന്നത പോലീസ് ഓഫീസറുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തതായി മാധ്യമ റിപ്പോർട്ട്. മാത്രവുമല്ല സർ, നോക്കൂ, 16 കേസുകളിലെ പ്രതി, 9 കേസുകളിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ രക്ഷപ്പെട്ട ചരിത്രം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലീസ് ജാഗ്രത പാലിക്കേണ്ടിയിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രതിയെ ഒരു രീതിയിലും ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല ഡോക്ടർ സന്തോഷ്. നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ല. പോലീസ് ജാഗ്രത പാലിച്ചു അയാളെ രക്ഷിക്കാൻ. ഇതാണ് എന്റെ അല്ലല്ല, അങ്ങനെ ഇപ്പോഴേ നമ്മൾ പറയുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ മായിൻ ഹാജി, ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത് വളരെ പ്രസക്തമാണ്. പോലീസ് ജാഗ്രത കാണിച്ചു. ആരെ രക്ഷിക്കാൻ? പ്രതിയെ രക്ഷിക്കാൻ. അവിടെയാണ് ഉന്നതമായ രാഷ്ട്രീയ ബന്ധത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. താങ്കൾ സമ്മതിക്കുകയാണെങ്കിലേ ഞാൻ പറയുന്നുള്ളൂ. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞു തീരുന്നത് വരെ താങ്കൾ ക്ഷമിക്കുമെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ബഹുമാനപ്പെട്ട ഭാസുരേന്ദ്ര ബാബു സാറ് വളരെ കാലമായിട്ടുള്ള മാധ്യമങ്ങളിൽ വരുന്ന ആളാണ്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് നമുക്കറിയാം. ഈ 16 കേസുകളിൽ 9 കേസുകൾ രക്ഷപ്പെട്ടത് ഈ ഗവൺമെന്റിന്റെ കാലത്തോ ഈ ആഭ്യന്തരമന്ത്രിയുടെ കാലത്തോ ചാർജ് ചെയ്ത കേസുകളല്ല അധികവും എന്ന കാര്യം താങ്കൾ അറിയോ? ബഹുമാനപ്പെട്ട ഭാസുരേന്ദ്ര ബാബു അറിയോ? വിട്ടത് ചിലപ്പോൾ ഈ കാലഘട്ടത്തിലാവാം. ഇത് ചാർജ് ചെയ്തത്, പക്ഷെ അത് ഞാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ പേരിലൊന്നും ഒരു ചാർജ് വെക്കുന്നില്ല.
അവരൊന്നും അതിന് ഉത്തരവാദിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ കേസ് ഇദ്ദേഹം ഈ സംഭവം നടന്ന അന്ന് മുതൽ ഈ മനുഷ്യൻ ജയിലിലാണ്. അത് മാത്രവുമല്ല, ഇന്നലെ കോടതിയിൽ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ വളരെ സജീവമായി നടക്കുകയും അത് ജാമ്യം കൊടുക്കുന്നിടത്ത് എത്തുകയും ചെയ്തു. ഗവൺമെന്റിന്റെ വക്കീലിന്റെയും പോലീസിന്റെയും നിതാന്ത ജാഗ്രത. എന്നാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് കോടതിയെ കൊണ്ട് മാറ്റിവെപ്പിച്ച് ഇദ്ദേഹത്തിന്റെ മരണം നടന്ന ആ നിമിഷം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജാമ്യാപേക്ഷ തള്ളിച്ചതാ. ഇതൊക്കെ ഈ ഗവൺമെന്റിന്റെയും ഈ പോലീസിന്റെയും അതുപോലെ ഗവൺമെന്റ് അഡ്വക്കേറ്റിന്റെയും ഒക്കെ നിതാന്തമായ ജാഗ്രതയല്ലേ. പക്ഷേ ശ്രീ മായിൻ ഹാജി, അതിന് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കേണ്ടി വന്നു എന്നത്, അതിന് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം അതിന് ഒരിക്കലുമില്ല സന്തോഷ്, ഒരിക്കലുമില്ല. കോടതി ഈ മനുഷ്യനിൽ ജീവൻ നിലനിൽക്കുന്ന അവസരത്തിലാണ് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് കളയുമോ എന്ന് തോന്നിയ സമയത്ത് പോലും അതീവ ജാഗ്രത കാട്ടിയതുകൊണ്ടല്ലേ ആ ജാമ്യം കൊടുക്കാതെ രക്ഷപ്പെടുത്തത്. അല്ലെങ്കിൽ കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല സർ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ മാത്രമേ ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന് മുഖം രക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ അത്രയും ജാഗ്രത കാണിക്കുന്നു എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ്, അതിന്റെ പോലീസ് എന്തുകൊണ്ട് മരണമൊഴി രേഖപ്പെടുത്തിയില്ല? അവിടെയാണല്ലോ സർ ഉന്നത രാഷ്ട്രീയ ബന്ധത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ജാഗ്രത തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ താങ്കൾ തന്നെ ഇദ്ദേഹത്തിന് പിന്നെ സംസാരിക്കാവുന്ന ഒരവസ്ഥ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 4ഓളം ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കൃത്യമായി 11 ദിവസങ്ങൾ, ആദ്യത്തെ 4 ദിവസമാണെങ്കിൽ മരണമൊഴിയുടെ സ്റ്റേജ് ഈ കേസിൽ ഉണ്ട് എന്ന് ധരിക്കാൻ പോലുമുള്ള സമയമായില്ല. എന്നതിന് ശേഷമാണല്ലോ സ്റ്റേജ് മാറിയത്. എന്നതിന് ശേഷമല്ലേ ഇദ്ദേഹം വെന്റിലേറ്ററിലേക്ക് മാറിയത്. അതാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത്. ഇദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള പരിക്കുകൾ, അതിന്റെ ഗുരുതരാവസ്ഥ, ഇതൊക്കെ ഡോക്ടർമാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പോലീസ് അത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ്. ഇതൊക്കെ പോലീസിന് പുതിയ കാര്യങ്ങളാണോ സർ? പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണോ? പോലീസ് സ്വമേധയാ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? പോലീസിന് മൊഴി രേഖപ്പെടുത്താതെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ഭാസുരേന്ദ്ര ബാബു സാർ മുതിർന്ന മാധ്യമ നിരൂപകനാണ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വ്യക്തമായ ഒരു നയത്തിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ നടത്തുന്ന ആളാണ്. അതുകൊണ്ട് മാത്രം അദ്ദേഹം പറയുന്നത് മുഴുവൻ എല്ലാം ഇവിടെ മാറ്റമില്ലാത്തതുപോലെ രാജ്യത്തിന്റെ ഭരണഘടന പോലെ നമ്മൾ വിശ്വസിക്കണമെന്നൊന്നുമില്ല. അതുപോലെയുള്ള ഒരു കാര്യമായി താങ്കൾ അവതരിപ്പിക്കണ്ട. വാസുരേന്ദ്ര ബാബു സാർ അദ്ദേഹത്തിൻ്റെതായ ഭാവനാവിലാസം പലതും പറയും. മൊയ്ൻ ഹാജി, എന്നാൽ ഞാനൊരു ചോദ്യം ചോദിച്ചോളട്ടെ. താങ്കൾ പോലീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞ ന്യായം, ആദ്യത്തെ 4 ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് ഗൗരവതരമായ ഒരു മരണാസന്ന ഭീഷണി ഇല്ലാതിരുന്നത് കൊണ്ട് മരണമൊഴി എടുക്കാൻ കഴിഞ്ഞില്ല. മരണാസന്നത വേണമല്ലോ, ശരിയാണ്. മരിച്ചു കഴിഞ്ഞാൽ എടുക്കാനും കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ ഇര എന്ന നിലയ്ക്ക്, ആക്രമിക്കപ്പെട്ടയാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യ 4 ദിവസങ്ങളിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയില്ല? മരണമൊഴി രേഖപ്പെടുത്തണ്ട, മൊഴി രേഖപ്പെടുത്തണമല്ലോ. അവിടുന്നാണല്ലോ പ്രോസിക്യൂഷൻ പ്രവർത്തനം ആരംഭിക്കേണ്ടത്. അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നതിന് അങ്ങൊന്ന് മറുപടി പറഞ്ഞ് ഈ പാവപ്പെട്ടവനെ ഒന്ന് എൻലൈറ്റൻ ചെയ്യുക. ശ്രീ മായിൻ ഹാജി, ഞാന് ബഹുമാനപ്പെട്ട വാസുരേന്ദ്ര ബാബു സാറിനോട് എല്ലാവിധ, ഞാൻ പറഞ്ഞോളൂ. ആരാ ഇടയിൽ കയറിയത്? ബഹുമാനപ്പെട്ട വാസുരേന്ദ്ര ബാബു സാറിനോട് എല്ലാവിധ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങ് ഞാൻ വരുന്നതിന് മുമ്പ് ഈ ചർച്ചയിൽ ജോയിൻ ചെയ്ത ആളാണ്. പക്ഷെ ഞാൻ വന്ന് ആദ്യ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഈ സംഭവം നടന്ന ആ നിമിഷം മുതൽ ഇദ്ദേഹം സംസാരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലല്ലായിരുന്നു എന്ന് ഇവിടെ എല്ലാ മാധ്യമങ്ങളും, നിക്ഷിപ്ത താല്പര്യമുള്ള മാധ്യമങ്ങളും
ഈ സത്യം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എല്ലാം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാ. ശരി, ശ്രീ മായിൻ ഹാജി, പിന്നെ ശ്രീ മായിൻ ഹാജി, താങ്കൾ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക. ഒരു സാധാരണക്കാരന്റെ ജീവന്, ഒരു മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്നുണ്ടോ താങ്കൾ? ഒരു സാധാരണക്കാരന്റെ ജീവന് താങ്കൾ വില കൽപ്പിക്കേണ്ടേ? അതിനൊരു പ്രസക്തിയുമില്ലേ? അദ്ദേഹത്തിന്റെ മരണമൊഴി എടുക്കണോ വേണ്ട, എടുത്തില്ലേ? അതിന്റെ രാഷ്ട്രീയമെല്ലാം സാധാരണക്കാരന്റെ മനുഷ്യ ജീവന്, ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവന് അങ്ങ് കൽപ്പിക്കുന്നതിലേറെ വില ഞാൻ കൽപ്പിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിനോട് ഈ ക്രൂരത കാണിച്ച മൃഗതുല്യനായ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാമല്ലോ. മനുഷ്യൻ ജീവുണ്ട്, മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു, മൃഗങ്ങളും ഭക്ഷണം കഴിക്കുന്നു, മനുഷ്യൻ ഇണചേരുന്നു, മൃഗങ്ങളും ഇണചേരുന്നു. മനുഷ്യന് കയ്യും കാലുമുണ്ട്, മൃഗങ്ങൾക്കും കയ്യും കാലുമുണ്ട്. ഈ അടുത്ത ദിവസം 2 മനുഷ്യന്മാരെ കൊന്നില്ലേ കടുവ? അതിനേക്കാൾ ക്രൂരനല്ലേ ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയുടെ ആധാരം. അതിനേക്കാൾ ക്രൂരനായ ഒരു പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നില്ല. ഡോക്ടർ സന്തോഷ്, എനിക്ക് ഒരിക്കലുമില്ല. തോന്നുന്നത് ഒരുപക്ഷെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പൂർവാപര വൈരുദ്ധ്യം ഇതാണ്. മനുഷ്യൻ മരണത്തോട് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ ഹാജരാക്കിയ ആദ്യഘട്ടത്തിൽ അങ്ങേയറ്റം മരണാസന്നനായതുകൊണ്ട് മൊഴിയെടുക്കാനായില്ല, പിന്നീട് മരണഭയം ഇല്ലാത്തത് കൊണ്ട് മൊഴിയെടുക്കാനായില്ല. ചുരുക്കത്തിൽ മൊഴിയെടുക്കാനാകാതെ പോയതിന്റെ ന്യായീകരണങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആർക്കാണോ മൊഴിയെടുക്കാതിരിക്കുന്നതിന്റെ ഭാഗമായി ഒരു സൗജന്യം ലഭിക്കുന്നത്, ആ സൗജന്യത്തിനെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ. ഞാൻ ഒന്നിടപെട്ടോട്ടെ ഡോക്ടർ സന്തോഷ്, അതൊക്കെ വലിയ അറ്റം എന്താ പറയുക, ഒരു കടന്ന രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ ആണ് ശ്രീ അജിത് കുമാർ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ്. എങ്ങനെ മരിച്ചു എന്നുള്ളതാണ്. ഉപജീവനത്തിന് വേണ്ടി സെക്യൂരിറ്റി ജോലി സ്വീകരിച്ച് നിൽക്കുന്നു ഒരാൾ, ചെന്ന് അയാളെ ഇടിച്ചു കൊല്ലുകയാണ്. ഈ പറഞ്ഞ ഇയാൾ ചെയ്ത ഈ പാതകം ചെയ്ത ആ നരാധമൻ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ നരാധമൻ വിളിച്ചിട്ട് കാര്യമില്ല. അധമ പ്രവൃത്തിയെ മറ്റാരെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മതമം തന്നെയാണ്. അല്ല, ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ഏറ്റവും പ്രസക്തമായ കാര്യം ഇതാണ്. പോലീസ് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല. അത് പ്രതിയെ സംരക്ഷിക്കാനാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ കാര്യം. ഒരു കാര്യം കൂടെ നമ്മൾ മിസ് ചെയ്ത് പോയ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ. പറഞ്ഞോളൂ. പിന്നെ ഈ മനുഷ്യൻ ഒരു ബീഡി കമ്പനിയുടെ മുതലാളിയാണെന്നാണല്ലോ പറയുന്നത്. 5000 കോടി രൂപയുടെ സമ്പത്ത് ഈ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്ര പാക്കറ്റ് ബീഡി വിറ്റാലും ഇത്രയും കാലം കൊണ്ട് 5000 കോടി രൂപ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പം മറ്റെന്തൊക്കെയോ അവിധ മാർഗത്തിൽ കൂടി ആയിരിക്കണം ഇയാൾ അതിന്റെ ഹിസ്റ്ററി ഒക്കെ നമുക്കറിയാം, മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. പോലീസ് അന്വേഷിച്ച് വ്യക്തമായി പൊതുജനങ്ങളെ ഇനിയും ധരിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ പോകണം. പിന്നെ ഞാൻ ചർച്ച ജോയിൻ ചെയ്ത സമയത്ത് ശ്രീ മായിൻ ഹാജിയോട് ഡോക്ടർ സന്തോഷ് ചോദിച്ചിരുന്ന ചോദ്യം, അദ്ദേഹം ഈ പറഞ്ഞ കോൺഗ്രസിനെയും ലീഗിനെയൊക്കെ ഉൾപ്പെടുത്തി നേതാക്കന്മാരുടെ മന്ത്രിമാരില്ലേ എന്നൊക്കെ ചോദിച്ചതിൻ്റെ മറുപടി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യം ഭംഗിയായിട്ട് പറഞ്ഞു. ഞാനൊരു പാർട്ടിയുടെ വ്യക്തമായിട്ടും പറയില്ല, എങ്കിലൊരു മാധ്യമപ്രവർത്തനം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. ഈ മനുഷ്യൻ ഇപ്പോൾ 16 കേസിൽ ഉൾപ്പെട്ടിരുന്നു, 9 കേസിൽ പെട്ടെന്ന് പറയാം. പിന്നെ ഇയാൾക്ക് ഒരുപാട് വിദേശ വാഹനങ്ങളുണ്ടെന്ന് പറയുന്നു, പലതും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ ക്ഷമിക്കരുത്, പേര് പറയില്ല. പ്രതിപക്ഷത്തുള്ള ഒരു പ്രധാന പാർട്ടിയുടെ ഒരു പ്രധാന നേതാവ് തൃശ്ശൂർ ജില്ലയുടെ ചാർജ് വഹിച്ചിരുന്ന കാലത്ത് സ്ഥിരമായിട്ട് ഈ പ്രതി ഇപ്പോൾ പ്രസ്ഥാനത്തേക്കുന്ന ആളിൻ്റെ വിദേശ കാർ ലാൻഡ് റോവർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഒരു ആക്ഷേപം ആ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കണം. താങ്കൾ ഈ പറഞ്ഞു വെക്കുന്നത് ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ കൊലപാതകത്തിൽ ആ മരിച്ച ആളിന്റെ മൊഴിയെടുക്കാത്തത് ആരെ സംരക്ഷിക്കാൻ, ആരുടെ ഇടപെടൽ കൊണ്ട് എന്നതാണ് പ്രസക്തം. അത് ചെയ്യാത്തതിനെ താങ്കൾ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിയോ ആഭ്യന്തര വകുപ്പോ സംരക്ഷിക്കുന്നു ുമ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ ഭാസുരേന്ദ്ര ബാബു പ്രതിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്, സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന വ്യാഖ്യാനം വരും. അത് നിശ്ചയമായി. ഞാൻ പറയട്ടെ, ഇപ്പൊ അവശേഷിച്ചിരിക്കുന്ന സാക്ഷികളെ വെച്ച് ആ സാക്ഷികൾ കൂറുമാറുന്ന പക്ഷം ഈ കാർ ഓടിച്ചുകൊണ്ട് അവിടെ വന്ന ശോഭാ സിറ്റിയിൽ കയറി ഈ വാതിൽ തുറക്കാൻ പറഞ്ഞത്
ഈ മനുഷ്യനല്ല എന്നയാൾക്ക് കോടതിയിൽ വാദിച്ച് സ്ഥാപിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചർച്ച അവസാനിപ്പിക്കാൻ അങ്ങനെ വന്നാൽ പാവപ്പെട്ടവന്റെ ജീവനും വിലയുണ്ടെന്ന് നമ്മുടെ ഭരണകൂടം ഇനിയും തിരിച്ചറിയാത്തത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമായി തീരും. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി സി ജോർജ്, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ മായിൻ ഹാജി, ശ്രീ അജിത് കുമാർ, ഡോക്ടർ ജെയിംസ് വടക്കംചേരി, ശ്രീ ധനമോൻ, എല്ലാവർക്കും നന്ദി.